അപ്പോൾ നമ്മളെ സ്പ്രേ പെയിൻറ്റിങ് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ പെയിൻറ് മാറ്റി വേറെ പെയിൻറ് ഒഴിച്ച് എയർ അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതിൽ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതേ നമ്മളെ PVC പൈപ്പ് കൊണ്ട് ഒരു സ്പ്രേ പെയിൻറ്റിങ് ബോട്ടിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ് കേട്ടോ. അത് നമ്മൾ അതിൻ്റെ ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കതിന് വേണ്ടത് അറാൾഡെറ്റാണ്. പിന്നെ അതേപോലെ നമുക്കൊരു വാൽ ട്യൂബ്, ഇത് നമ്മളെ ടയറിൻ്റെ ട്യൂബിൻ്റെ വാൽ ട്യൂബാണ്. ഇത് നമ്മൾ ഈ പഴയ സ്പ്രേ ബോട്ടിലിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പൈപ്പിൻ്റെ ഈ ഒരു സൈഡിൽ വാൽ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾസ് ഇവിടെ ആയിട്ടൊരു ഹോൾസ് ഫിറ്റ് ചെയ്യണം. ചെറിയ ഹോൾസ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിറ്റ് ചെയ്യുകയാണ്, അവിടെ ഒട്ടിച്ചെടുക്കണം അത്. പിന്നെ നമ്മൾ അതിനിപ്പുറത്ത് വലിയൊരു ഹോൾസ് നമ്മൾ ഈ പെയിൻറ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ പെയിൻറ്റ് ഒഴിക്കുന്നതിന് വേണ്ടി ഈ ബോട്ടിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഹോൾസിൽ വാൾ ട്യൂബ് ഫിറ്റ് ചെയ്യണം കേട്ടോ. അതിന് നമ്മളൊരു വാഷർ, റബ്ബറിൻ്റെ വാഷ് നമ്മൾ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം. എയർ പുറത്തേക്ക് പോകാതിരിക്കാനാണത്. ഇത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അറാൾഡെറ്റാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മളൊരു വാഷർ എടുത്തിട്ട്, ഒരു സ്റ്റീലിൻ്റെ വാഷർ എടുത്തിട്ട് അതിന് മുകളിൽ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ അതിനൊരു നെറ്റ് എടുത്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ചെറിയ ഹോൾസ് ഒന്ന് വലുതാക്കാൻ പോവാണ് കേട്ടോ. അത് നമ്മൾ ആ ബോട്ടിലിൻ്റെ മോൾ ഭാഗം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറാൾഡെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് അറാൾഡെറ്റിൻ്റെ 2 കോമ്പൗണ്ടും കൂടി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇതാ ബോട്ടിൻ്റെ മോൾ ഭാഗം ഇവിടെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടേ ആണത്. ബോട്ടിൻ്റെ ചുറ്റുഭാഗം നമ്മളതിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പെൻസിൽ നമ്മൾ ബോൾ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ എൻഡ് ക്യാപ്പ് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ സോൾവെൻ്റ് ഉപയോഗിച്ചിട്ടാണ് പൈപ്പ് ഒട്ടിക്കുന്ന സോൾവെൻ്റാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് കേട്ടോ.
നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്പ്രേ ബോട്ടിൻ്റെ മോൾ ഭാഗം നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ MC-യിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള MC-യിൽ നമ്മൾ ആ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ തിന്നറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എയർ അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായിട്ട് എയർ അടിക്കാൻ പാടില്ല. ഓവറായിട്ട് എയർ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ കുട്ടികളൊന്ന് ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പ്രേ പെയിൻറ്റിങ് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ പെയിൻറ്റ് മാറ്റി വേറെ പെയിൻറ്റ് ഒഴിച്ച് എയർ അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതിൽ. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.